Good morning, my dear wonder kids. അപ്പോൾ നമുക്ക് നമ്മുടെ ടേം തീരാൻ പോവുകയാണ്. ടേമിന്റെ ലാസ്റ്റ് പോർഷനിലോട്ട് പോകുന്നതിന് മുമ്പായി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. എന്നിട്ട് ഞാൻ പുതിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പേജ് നമ്പർ 87 എടുക്കുക. ടിക്ക് ദ വൺ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. നമുക്ക് കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സിൽ അതിൻ്റെതല്ലാത്ത ആ ടീമിൽ പെടാത്തവരുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കൂ. അവിടെ ഒരു ഡിയർ ഉണ്ട്, ഡോഗ് ഉണ്ട്, ലയൺ ഉണ്ട്, ഫോക്സ് ഉണ്ട്. ഇതിൽ ആരാണ് കൂട്ടത്തിൽ പെടാത്തത്? ഡിയർ ആണോ, ഡോഗ് ആണോ, ലയൺ ആണോ, ഫോക്സ് ആണോ? ആരാണ്? ഡിയർ ആണോ? അല്ല, ആരാ? ഡോഗാണ്. എന്താ കാരണം? ഡോഗ് മാത്രം ഡൊമസ്റ്റിക് അനിമലാണ്, ബാക്കിയൊക്കെ വൈൽഡ് അനിമലാണ്. ഓ, ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയാമെന്നല്ലേ? അല്ലേ? അത് ഞാൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ഇപ്പൊ ഞാനാണ് ഉത്തരം പറഞ്ഞത്. അടുത്തത് നിങ്ങൾ പറയുമോ നോക്കാം. അടുത്തത് കുറച്ച് പിക്ചേഴ്സ് ആണുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പീജിയൻ ഉണ്ട്, പിന്നെ ഒരു സ്പാരോ ഉണ്ട്, അടുത്തത് ഹണി ബി ഉണ്ട്, പിന്നെയോ ഹെൻ ഉണ്ട്. ഇതിൽ ആരാണ് കൂട്ടത്തിൽ പെടാത്തത്? ഹണി ബി, തേനീച്ച അല്ലേ? അതൊരു ഇൻസെക്ട് ആണ്, ബാക്കിയൊക്കെ ബേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഹണി ബിക്ക് ടിക്കിടൂ. അടുത്തത് നോക്കൂ. ക്യാബേജ് ഉണ്ട്, പപ്പായ ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെയോ ആപ്പിൾ ഉണ്ട്. ഇതിൽ ആരാണ് കൂടുതൽ പെടാത്തത്? അവിടെ ഒരു ലീഫി വെജിറ്റബിൾ ഉണ്ട്. അതാരാ? നമ്മുടെ ക്യാബേജ് ആണ്. ബാക്കിയൊക്കെ ഫ്രൂട്ട് ആണ്, ക്യാബേജ് മാത്രം ഒരു ലീഫി വെജിറ്റബിൾ ആണ്. അപ്പൊ ക്യാബേജിന് ടിക്കിടൂ. നെക്സ്റ്റ് വൺ, ഫിഷ്, ക്രാബ്, ഹെൻ ആൻഡ് ഓക്ടോപ്പസ്. ഇതിൽ ആരാ പെടാത്തത്? ആരാ? ക്രാബ് ആണോ, ഫിഷ് ആണോ? അല്ല, ഹെന്നാണ്. കാരണം എന്താ? ഹെൻ ഒരു ബേർഡാണ്, പക്ഷെ ബാക്കിയൊക്കെയോ ക്രാബ്, ഓക്ടോപ്പസ്, ഫിഷ് ഇതൊക്കെ എന്താണ്? വാട്ടർ അനിമൽസ് അല്ലേ? അതെ. അപ്പൊ ബാക്കി അയാൾ മാത്രം, ഹെന്ന് മാത്രം എങ്ങനെ വാട്ടർ അനിമൽ ആവും? ഹെൻ വാട്ടറിൽ ജീവിക്കുവോ? ഇല്ല. അപ്പൊ ഹെന്നിന് ടിക്കറ്റ് കൊടുക്കൂ. ഓക്കെ, ആക്ടിവിറ്റി തോന്നുന്നു. നെക്സ്റ്റ് പേജ് എടുക്കൂ. ഇനി ഐ ക്യാൻ സ്പീക്ക് ആൻ ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷില് സംസാരിക്കാൻ പോവാണ് കേട്ടോ. അതിന് നമുക്ക് അവിടെ കുറച്ച് സ്റ്റേജസ് ഓഫ് ലൈഫ് തന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫിന്റെ സ്റ്റേജസ്, ഡിഫറെന്റ് സ്റ്റേജസ് ആണ്. ഫസ്റ്റ് വൺ നോക്കൂ. ദർ ഈസ് എ ബേബി. അതാരാണ്? ഒരു കുട്ടിയാണ്. നമ്മളൊക്കെ ആദ്യം എങ്ങനെയായിരിക്കും ജനിക്കുമ്പോ? ബേബി ആയിരിക്കും അല്ലേ? ദിസ് ഈസ് എ ബേബി. അതിനെങ്ങനെ പറയാ? ഇതൊരു ബേബി ആകുന്നു, അതൊരു കുട്ടിയാകുന്നു. ദിസ് ഈസ് എ ബേബി, ഇതൊരു കുട്ടിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദിസ് ഈസ് എ ബേബി, ദിസ് ഈസ് എ ബേബി. ആൻഡ് നോക്കൂ, അവിടെ ഒരു ടോഡ്ലർ ഉണ്ട്. ടോഡ്ലർ എന്ന് പറഞ്ഞാൽ പിച്ച വെക്കുന്ന കുട്ടി, നടക്കാൻ പഠിക്കുന്നേ ഉള്ളൂ ആ കുട്ടി. നമ്മൾ ആദ്യം എങ്ങനെയായിരിക്കും? എണീക്കാനൊന്നും പറ്റില്ല. പിന്നെ പതിയെ നമ്മൾ എണീക്കാൻ ശ്രമിക്കും. വീണ് 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 നമ്മൾ എന്ത് ചെയ്യും? പതിയെ കാലുകൾ ഉറപ്പിക്കും അല്ലെ? ആ വീണ് കാലുകൾ ഉറപ്പിക്കാൻ പഠിക്കുന്ന സ്റ്റേജ് ആണ് എന്ത്? ടോഡ്ലർ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ടോഡ്ലർ. അപ്പൊ അതെങ്ങനെ പറയും? ദിസ് ഈസ് എ ടോഡ്ലർ. പറയൂ, ദിസ് ഈസ് എ ടോഡ്ലർ. ആൻഡ് നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ ടോഡ്ലർ ആണോ? അല്ല, യു ആർ നോട്ട് ടോഡ്ലർ. എന്താണ്? യു ആർ നോട്ട് ടോഡ്ലർ. ആർ യു ടോഡ്ലർ? നോ, ഐ എം നോട്ട് ടോഡ്ലർ. പിന്നെ ആരാണ്? നെക്സ്റ്റ് പിക്ചർ നോക്കൂ. എ ചൈൽഡ് ആണ്. നിങ്ങളും എന്താണ്? ചൈൽഡ് ആണ്. ഐ ആം എ ചൈൽഡ് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഐ എം നോട്ട് എ ചൈൽഡ് കേട്ടോ. ഞാനൊരു ചൈൽഡ് അല്ല. ഐ എം നോട്ട് എ ചൈൽഡ് ആൻഡ് യു ആർ ചൈൽഡ്. ഓക്കെ, ഐ ആം എ ചൈൽഡ് എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ആൻഡ് ഞാൻ എന്ത് പറയുന്നു? ദിസ് ഈസ് എ ചൈൽഡ്, ദിസ് ഈസ് എ ചൈൽഡ്. ഇതൊരു ചൈൽഡ് ആണ്. ആൻഡ് യു ആർ ഓൾസോ എ ചൈൽഡ്, യു ആർ ഓൾസോ എ ചൈൽഡ്. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഐ ആം എ ചൈൽഡ്, ഐ ആം എ ചൈൽഡ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താ? ഞാനൊരു ചൈൽഡാണ്, ഞാനൊരു കുട്ടിയാണ് എന്നാണ് ഐ ആം എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അടുത്ത നോക്കൂ. ദർ ഈസ് എ ടീനേജർ. അതാരാണ്? ടീനേജർ ആണ്. ദിസ് ഈസ് എ ടീനേജർ. അതെങ്ങനെയാണ് പറയുക? ദിസ് ഈസ് എ ടീനേജർ. ഐ ആം നോട്ട് എ ടീനേജർ. നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ആം നോട്ട് എ ടീനേജർ എന്ന് പറയാം. ഞാൻ ടീനേജ് ആണ് കേട്ടോ. ആൻഡ് ഐ ആം എ ടീനേജർ എന്ന് എനിക്ക് പറയാം. ആൻഡ് നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ആം നോട്ട് എ ടീനേജർ എന്ന് പറയാം. ഐ ആം നോട്ട് എ ടീനേജർ ആൻഡ് ദിസ് ഈസ് എ ടീനേജർ. ഇത് ഒരു ടീനേജർ ആണ്, ഇതൊരു ടീനേജർ ആണ്. ദിസ് ഈസ് എ ടീനേജർ. ആൻഡ് അടുത്ത പിക്ചർ നോക്കൂ. ആൻ അഡൾട്ട്. അതെന്താണ്? ആൻ അഡൾട്ട് ആണ്, മുതിർന്ന ആളാണ്. അത് ഒരു മുതിർന്ന ആളാണ്. ദിസ് ഈസ് ആൻ അഡൾട്ട്.
ആൻ അഡൾട്ട് എന്നേ പറയാവൂ, എ അഡൾട്ട് എന്ന് പറയരുത്. കാരണം അഡൾട്ടിന്റെ സ്പെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന വവലിലാണ്. അതുകൊണ്ടാണ് അതിനു മുമ്പ് ആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ആൻ അഡൾട്ട്, ദിസ് ഈസ് ആൻ അഡൾട്ട്. ഇതൊരു അഡൾട്ട് ആണ്. ആൻഡ് ആർ യു അഡൾട്ട്? നോ, വി ആർ നോട്ട് അഡൾട്ട്സ്. നമ്മൾ മുതിർന്ന ആളല്ല. ആൻഡ് ഹീസ് ആൻ അഡൾട്ട്, ഹീസ് ആൻ അഡൾട്ട് എന്ന് പറയാം. ഓക്കെ. ആൻ ഓൾഡ് മാൻ, അടുത്തതാരാണ്? ആൻ ഓൾഡ് മാൻ ആണ്, വയസ്സായ മനുഷ്യൻ. വയസ്സായ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും ഒക്കെ നമുക്ക് എന്ത് പറയാം? ഓൾഡ് മാൻ, ഓൾഡ് വുമൻ എന്നൊക്കെ പറയാം. ആൻ ഓൾഡ് മാൻ, ഇതൊരു ദിസ് ഈസ് ആൻ ഓൾഡ് മാൻ. ഇവിടെയും എന്താണ്? ഓൾഡിന് മുമ്പിൽ ആൻ ആണ് ഉപയോഗിച്ചത്. ബിക്കോസ് ഓൾഡ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് ദ ലെറ്റർ ഓ ആൻഡ് ഓൾ ലെറ്റർ ഓ ഈസ് ഓൾസോ എ വവൽ. ദാറ്റ്സ് വൈ there we used an. Okay. This is an old man. ഇതാരാണ്? ഒരു ഓൾഡ് മാൻ ആണ്. This is an old man and we are not old man. നമ്മൾ വയസ്സായതാണോ? അല്ല, നമുക്ക് വയസ്സാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ കുറേ എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുക. അപ്പം നമ്മൾ ലൈവ് സ്റ്റേജ് വെച്ച് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് പറയാൻ നോക്കി. ഇതുപോലെ പപ്പയോടും അമ്മയോടൊക്കെ സംസാരിച്ചിട്ട് അവരോട് പറഞ്ഞു തരാൻ പറയാം. കുറച്ച് ഇംഗ്ലീഷ് എനിക്ക് സംസാരിക്കാൻ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുക. എന്നിട്ട് ഇംഗ്ലീഷ് പറയാൻ പഠിക്കുക. ഓക്കെ, ബൈ.